ആദ്യമായിട്ട് വികാരിയച്ഛനെ ജോഷത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മദർ ചാൾസ് സിസ്റ്ററിനെ സ്വാഗതം ചെയ്യുന്നു. കൈക്കാരനെ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ യൂണിറ്റ് പ്രസിഡന്റും എല്ലാ കാര്യങ്ങളും കൂടി നടന്ന് ക്ലിയറായിട്ട് ഇതുവരെ ഇതിന്റെ ഈ സംരംഭത്തിന്റെ നട്ടെല്ലായി നിൽക്കുന്ന ഡേവിസിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്നോട് കൂടിയിരിക്കുന്നത് നമ്മുടെ രാജാതിരാജനായ ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് നമ്മൾ ഒരു വിലയിരുത്താനാണ്. ഈ വരുന്ന ഡിസംബർ 24-ാം തീയതി ക്രിസ്തു പിറക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ 9 യൂണിറ്റുകളിലും നമ്മള് ക്രിസ്മസിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുകയാണ്. ഈശ്വരന്റെ പ്രിയമുള്ളവരെ, ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി നമ്മളെല്ലാ കുടുംബ യൂണിറ്റുകളിലും വളരെ കാര്യമായിട്ടുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ 4 യൂണിറ്റുകളിൽ നിന്ന് 5-ാം യൂണിറ്റിലേക്ക് വരുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം, മറിയം ത്രേസ്യ യൂണിറ്റിലാണ് ജീവനുള്ള ഉണ്ണീശോയെ ഞാൻ കണ്ടത്. ഉണ്ണീശോ ഒന്ന് കൈയടിച്ച് എല്ലാവരും. ഇവിടെ കാണുമ്പോൾ ഒരു സ്വർഗത്തിൽ തന്നെയാണ് എന്നാണ് എൻ്റെ വിചാരം. കാരണം ഉണ്ണി യേശു ഈ സമൂഹത്തിൽ പിറന്നു കഴിഞ്ഞു. നമ്മളെല്ലാം ഒരു സ്നേഹമുള്ള ഹൃദയത്തോടെ ഒരുമിച്ച് ഏകമനസ്സോടെ ഒരുമയുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ഈശോയുടെ സാന്നിധ്യമുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ ഒരേ മനസ്സോടെ ഏക ഹൃദയത്തോടെ നിങ്ങൾ ഈ സന്നിധിയിലായിരിക്കുമ്പോൾ ഉണ്ണീശോടെ പിറന്നു കഴിഞ്ഞു. അപ്പോ ഈ ഗെയിമിന്റെ പ്രത്യേകത, ദൈവം നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ചെയ്യാവൂ. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഗോഡ് സേസ് വലത് കൈ പൊക്കും, 2 കൈ പൊക്കില്ല. ഇപ്പോ 2 കൈ പൊക്കിയ ആളുകളെല്ലാം ഔട്ട്. അവര് ഭംഗിയായിട്ടിരുന്ന് കൈ തലേന്ന് എടുത്തവരും ഔട്ട്. ഇനി ബാക്കിയുള്ളവർ എണീറ്റ് ഇപ്പൊ എണീറ്റ് നിന്നവരും ഔട്ട്. വളരെ കുറച്ച് പേര് അപ്പൊ നമുക്ക് അല്ലേ, നമുക്ക് ഇവരൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ നിർത്താം അല്ലേ. ഗോഡ് സേസ് ഇടത് കൈ താഴെയിട്. ഗോഡ് സേസ് കൈ താഴെയിട്ടോ. നമുക്ക് 3 പേർക്ക് ചെറിയ സമ്മാനം കൊടുക്കണം അല്ലേ. ഓക്കെ, താങ്ക് യു. ഇവർക്കിതൊരു പുതുമയല്ല. ഇവര് 5ാമത്തെ യൂണിറ്റിലേക്കാണ് വരുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു ക്രിസ്മസ് ആഘോഷം ആദ്യമായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് എല്ലാവരും, അതായത് യൂണിറ്റിലെ എല്ലാ അംഗങ്ങളും നല്ല രീതിയിൽ തന്നെ പ്രയത്നിച്ചിട്ടുണ്ട്. യൂണിറ്റ് അംഗങ്ങളെ ഞാൻ 4 യൂണിറ്റിൽ പോയി. അച്ഛൻ നമുക്ക് കേക്ക് മുറിച്ച് ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയാണ് കഴിച്ചത്. യൂണിറ്റിൽ ഒരു ചേച്ചി മാത്രം കേക്ക് കൊടുത്തിട്ട് കൊച്ചുകുട്ടിയുടെ വായിൽ വെച്ചോളൂ. കിട്ടുന്ന ഓരോ തന്നെ കഴിക്കുക. അതൊരു നല്ല സ്നേഹം പ്രവണതയില്ല. അപ്പൊ 5ാം യൂണിറ്റായി മറയേണ്ട രീതിയിൽ പുതിയൊരു അനുഭവം ഉണ്ടാവും എന്നുള്ളതാണ്. നിങ്ങൾ കിട്ടുന്ന കേക്ക് അപ്പൊ നിങ്ങൾ കഴിക്കരുത്. പകുതി ഓടിക്കാൻ അടുത്തിരിക്കുന്ന ആര് തന്നെ അവരുടെ കേക്കിന് പകുതി ഒടിച്ച് മറ്റവർക്ക് മധുരം പറയണം. അപ്പോഴാണ് നമ്മൾ നല്ല ക്രിസ്മസ് ആവും, നല്ലൊരു സ്നേഹം ചെല്ലും. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ.
സാമൂഹിക സമ്മാനം പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത. പരിശുദ്ധ അമ്മ കന്യകാമറിയത്തെ ഗബ്രിയേൽ മാലാഖ അഭിവാദനം ചെയ്തുകൊണ്ട് നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞപ്പോൾ അവൾക്കുണ്ടായ സന്തോഷത്തെയും അവളുടെ വിനീതമായ മറുപടിയെയും കുറിച്ച് ധ്യാനിക്കുകയും തുറന്ന ഹൃദയത്തോടുകൂടി ദൈവ തിരുമനസ് എന്തെന്ന് അറിയുവാനും അതിന് പൂർണ്ണമായി കീഴ്വഴി ജീവിക്കുവാനും വേണ്ടി ഈ ക്രിസ്മസ് വേളയിൽ നമുക്ക് മാതാവിനോട് മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കാം. ഏലീശ പുണ്യവതിയെ സന്ദർശിച്ച് 3 മാസം വരെ അവൾക്ക് ശുശ്രൂഷ ചെയ്ത മറിയത്തിന്റെ പരസ്പര സ്നേഹത്തെക്കുറിച്ച് നമ്മുടെ കർത്താവും രക്ഷകനുമായ ഉണ്ണി ഈശോയെ കാലിത്തൊഴുത്തിൽ പ്രസവിച്ച് അവിടുത്തെ പുൽക്കൂട്ടിൽ കിടത്തി മറിയം സന്തോഷപൂർവ്വം സ്വീകരിച്ച ദാരിദ്ര്യദേവിയെ കുറിച്ചും അതിലടങ്ങിയ ദൈവസ്നേഹത്തെ കുറിച്ച് ധ്യാനിക്കുകയും ദൈവിക്കാനും വേണ്ട അനുഗ്രഹത്തിനായി പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നു. ദൈവത്തിന് കീഴ്വഴങ്ങി ഉണ്ണീശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച കന്യാമറിയത്തിന്റെ അനുസരണത്തെ പറ്റി ധ്യാനിച്ചുകൊണ്ട് ദൈവത്തോടുള്ള ആഴമായ ബന്ധത്തിൽ വളരുവാനും ദൈവിക നിയമങ്ങൾ വിശ്വസ്തയോടെ പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും വേണ്ടി യാചിച്ചുകൊണ്ട് ദൈവകുമാരനെ സ്തുതിച്ചാരാധിക്കാം. ഈശോയെ ദേവാലയത്തിൽ കണ്ടെത്തുന്നു. കാണാതെ പോയ തന്റെ തിരുകുമാരനെ 3-ാം ദിവസം ജ്ഞാനികളുടെ മധ്യേ ദേവാലയത്തിൽ കണ്ടെത്തുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ സന്തോഷത്തെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ദൈവിക കാര്യങ്ങളിൽ തീഷ്ണതയുള്ളവരായി ജീവിക്കുവാനും ഹൃദയങ്ങളിൽ നിന്ന് ഈശോയുടെ സാന്നിധ്യം നഷ്ടമാകാതെ സൂക്ഷിക്കുവാനും വേണ്ട അനുഗ്രഹത്തിനായി പുൽക്കൂട്ടിൽ പൂജാതനായ ഉണ്ണീശോയെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ക്രിസ്മസിനെ വരവേൽക്കാം. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വിത്തുകൾ പാകി പുതിയ പ്രതീക്ഷകളിലേക്കുള്ള പ്രത്യാശയുടെ വാതിൽ തുറന്ന് ഭൂമിയെ സ്വന്തമാക്കിയുടെയും മകനായി ഉണ്ണി യേശു പിറന്ന പുണ്യദിനം. ക്രിസ്തുവിന്റെ കുർബാന എന്ന അർത്ഥം വരുന്ന ക്രിസ്റ്റസ് മാസെ എന്നീ 2 പദങ്ങളിൽ നിന്നാണ് ക്രിസ്തുമസ് ഉണ്ടായിട്ടുള്ളത്. സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉയർന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉയർന്നല്ലോ. പിള്ളേരൊക്കെ കുളമാക്കുമെന്നാ തോന്നുന്നത്. എന്നതാണ് ഈ അറിയാമേ ഇത്?
വല്ല പ്രോഗ്രാമായിട്ട് ഇങ്ങനെയാണോ കളിക്കുന്നത്? ചുമ്മാതല്ല ആൾക്കാർ പറയുന്നത്. ഒരു മാർഗം ഇല്ലാത്ത കളിയാണ് ഈ മാർഗം കളിന്ന്. അറിയാമേ, ന്യൂ ജനറേഷൻ സ്റ്റൈലൊന്നും Christmas, Christmas, Merry Christmas. Buon Natale insieme Christmas. ഇതിലാരുമില്ല, എന്നാലും വേദിയിൽ ഇരുന്നിരുന്ന വിശിഷ്ട അതിഥികളെ, പിന്നെ മറിയം ത്രേസ്യ യൂണിറ്റിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ക്രിസ്മസിന്റെ പുതുവത്സരത്തിന്റെ ആശംസകൾ നേരുന്നു. താങ്ക് യു.